ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ദീപുവിന് ഓഫീസിൽ പോകാനുണ്ട്. ചൊവ്വയും വ്യാഴാണ് ഓഫീസിൽ പോവുക. അപ്പം അമ്പൂനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി എനിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. സാധാരണ അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ദിവസം. കാരണം അമ്പൂന് മാത്രമല്ല വേഗമാക്കിയിട്ട് ഞങ്ങളൊക്കെ പിന്നെയാണ് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റു. അപ്പം ഇന്നലെ രാത്രി ചപ്പാത്തി അതിന് മാവ് കുറച്ച് ബാക്കിയിട്ട് അപ്പോൾ അത് പൂരിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കടല വെള്ളത്തിട്ടിട്ടുണ്ട്. പൂരിയും കടലക്കറിയാണ്. പിന്നെ അവർക്ക് ചോറും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആ പരിപാടിയിലേക്ക് ഇറക്കാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ്. കറീൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് വെള്ളക്കടലേൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലൊക്കെ ഒന്ന് കഴുകി പിന്നെ കുക്കറിലെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത്. എന്നിട്ട് പിന്നെ വറവിട്ടെടുക്കും. ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അതിനിടയ്ക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉറക്കിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. അപ്പം എന്നാൽ അത് കുടിച്ചാൽ പിന്നെ ഒരു എനർജി വരുമല്ലോ. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ എടുത്ത് കറി ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടിയിലേക്കാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളി, ഉള്ളി അത്രയെല്ലാം കൂടി മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ മസാലകളെല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വരുത്തുക. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് വറവിട്ടിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ലാസ്റ്റ് ഇടുക. അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന കറിയാണ്. അപ്പോൾ അതാണ് രാവിലത്തെ. അവരൊക്കെ എണീക്കാൻ വൈകൂട്ടോ. കുറച്ചുകൂടിയും കഴിയും. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ലേറ്റായിട്ട് എണീക്കുക. പക്ഷേ എണീപ്പിക്കാൻ അമ്പൂനി അല്ലീനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. രണ്ടാളും ഒറ്റയ്ക്ക് തന്നെ എണീച്ച് വരും. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. എനിക്ക് എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ സ്കൂൾ പോകാൻ മടിയുള്ള ദിവസം അറിഞ്ഞുകൊണ്ട് കുറേ നേരം കിടക്കുന്നല്ലാതെ ബാക്കി എല്ലാ ദിവസവും കറക്റ്റായിട്ട് എണീറ്റ് വന്ന് എല്ലാം റെഡിയായിട്ട് നിന്നോളും. അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു തരും. നമ്മളെ കറി ഏകദേശം വെന്തു. ഞാനിതാ ജസ്റ്റ് ഒന്ന് കടുക് ഇട്ടിട്ട് അതിലെ ഉള്ളി ഒന്ന് ജസ്റ്റ് വാട്ടുന്നുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതായത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് പിന്നെ നമ്മൾ ഈ വേവിച്ച കടലയും ബാക്കി പച്ചക്കറിയെല്ലാം കൂടി ഉള്ളത് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. പിന്നെ കുറച്ച് ഉപ്പ് കുറവ് തോന്നി അതുകൂടി ഇട്ടു. പിന്നെ ഇളക്കുമ്പോഴത്തേക്കും കറിയായി. അതിനിടയ്ക്ക് ഞാൻ ചോറും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ കറിയാണ്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സിമ്പിളാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏകദേശം ചോറും വേവാനായിട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ നമ്മുടെ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ്. പൂരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പോകാനില്ലാത്ത ദിവസമാണെങ്കിൽ ദീപേട്ടനാട്ടോ പരത്തി തരാം. അപ്പോൾ സുഖമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടൊക്കെ എടുക്കാം. ഇതിപ്പോൾ പരത്തേം കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ കർട്ടൻ ഒന്ന് തുറക്കാൻ മറന്നു. അപ്പോൾ ഒരു വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ വേഗം പോയി കർട്ടൻ തുറക്കാൻ. ഇപ്പം ഇന്നലെയൊക്കെ രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് രാവിലെയൊക്കെ മഴയായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞ പോലെ ഉണ്ട്. ഒന്ന് പൊടിയുന്നേ ഉള്ളൂ. രാത്രിയൊക്കെ ഇവിടെ അങ്ങനെയാണ്. അധികം രാത്രി ഇപ്പോൾ നല്ല മഴയാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഞാൻ പൂരി ചുട്ടു തുടങ്ങിയാണ്. ആദ്യം 1-2 ഒന്ന് പാളിപ്പോയെങ്കിലും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. വലിപ്പം കൂടിപ്പോയി. അപ്പോൾ വലിപ്പം ഒന്ന് കുറച്ചപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ പൊന്തി വന്നപ്പോഴാണ് നമുക്ക് ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പം ഇനിയിപ്പം അതിനിടയ്ക്ക് ഇത് അല്ലി എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്ന് ഉറക്ക് ശരിയാവായിട്ട് പിന്നെ അതാ സോഫയമേൽ വന്ന് കിടന്നുറങ്ങുകയാണ്. പിന്നെ ദീപേട്ടനും റെഡിയായി. അപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇന്ന് കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് ദീപേട്ടന് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇന്നിപ്പോൾ ഇതാ മിക്സഡ് റൈസിൽ ഓരോ ദിവസം അങ്ങനെ മിക്സഡ് റൈസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും. ഇന്നിപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് സോയാബീൻ തന്നെ എപ്പോഴും വായിൽ വരിക. അതും ഉള്ളി, ക്യാരറ്റ് അങ്ങനെയെല്ലാം കൂടിയാണ് ഇട്ടത്. പിന്നെ ഇതാണ് ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടം. കറിയും അല്ലാതെ കൊടുക്കുന്നതിനെക്കാട്ടും. അപ്പോൾ അമ്പൂന് ഞാൻ അതിനെ കൊടുത്തു. അങ്ങനെ അമ്പു എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്നിനി ഉറക്കം ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സോഫയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ലഞ്ച് പാക്ക് ചെയ്തു. 2 ലഞ്ച് വേഗം റെഡിയാക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തൈര് 2 ഇഷ്ടമാണ്. തൈര് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. വെറുതെ തന്നെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തീരെ പുളിയില്ലാത്ത നല്ലൊരു ടേസ്റ്റാണ് തൈര്. നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ തീരും. നമ്മൾ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങുന്നത് വെറുതെയാണ്. കാരണം അതിൻ്റെ പകുതി ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടെ തൈര് തീരും. അപ്പം അതുകൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്പൂന് സ്നാക്സായിട്ട് ആപ്പിളോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമാണ് കൊടുക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ് അധികം ഞാൻ കൊടുക്കാറില്ല. ഇടയ്ക്ക് കൊടുക്കും. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും എനിക്കെന്നാൽ അത് മതി എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ അവരും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ദീപേട്ടൻ പോയിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പുറപ്പെടാൻ നോക്കുകയാണ്. ഏകദേശം സ്കൂൾ പോകേണ്ട സമയമായി. ഇപ്പോഴത്തെ മഴയുണ്ടോയെന്ന് അറിയില്ല. അതാണിപ്പോൾ ഒരു ടെൻഷൻ. മഴ ഉണ്ടേ പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ അല്ലീനെ ഒന്ന് റെഡിയാക്കി.
ഇതാണ് പല്ലീനെയും കൊണ്ടുപോകേണ്ടതാണ് പാട്. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം ഇടിയിച്ചൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേഗം തന്നെ എല്ലാത്തിനും റെഡിയായി വരും. രണ്ടാളും സ്കൂളിൽ പോകാനൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ഉഷാറാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. പുറത്ത് മഴ ഉണ്ട് തോന്നുന്നു, അപ്പം എന്തായാലും പോയി നോക്കട്ടെ. ഇന്നിപ്പോൾ ഇവിടെ ചെറിയ മഴ ഉണ്ടേ, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പോലെ. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് മഴയേനും, പക്ഷേ ഇന്ന് രാവിലെയും ചെറുതായിട്ട് പെയ്തു, പക്ഷേ പിന്നെ അങ്ങ് നിന്നു. ഇപ്പം പക്ഷേ പിന്നെയും പൊടിഞ്ഞു തുടങ്ങി. മഴയാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അമ്പൂനെ കൊണ്ടാക്കിയപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. സ്കൂളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അപ്പോഴേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ ഒരു കയ്യിൽ കുടണ്ട്, ഒരു കയ്യിൽ ഇങ്ങനെ പ്രാമ് തള്ളണം, അതുകൊണ്ട് എടുത്തില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം പോകുമ്പം മഴയൊന്നും എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴ ചോർന്നു. അപ്പോൾ അല്ലിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ, പ്രാമിലിരുന്നോളും. റെയിൻ കവർ, ഇതിനുള്ളിൽ റെയിൻ കവർ ഇട്ടാൽ അതിലൊക്കെ ഇരുന്നോളും, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരം മഴയൊന്നുമില്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ എനിക്ക് ചായ കുടിക്കാനുണ്ട്, അല്ലിക്കും കൊടുക്കണം. അല്ലി ജസ്റ്റ് ഒന്ന് പിന്നെ ഇതാക്കിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അല്ലിക്കും കൊടുക്കണം. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. കോട്ടൂര അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലെത്തി. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അല്ലിക്കും ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കണം കഴിക്കുമോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം അല്ലിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, നമ്മൾ കഴിക്കുമ്പം കൂട്ടത്തിൽ വാങ്ങി കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ കുറേ കഴിച്ചോളും. അല്ലാതെ ഇരിക്കുമ്പോൾ ഒക്കെ വെറുതെ കഴിക്കുകയൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും വന്ന് വാങ്ങി കഴിക്കാൻ ചെറുപ്പത്തിലേ കുറച്ചുകൂടി ചെറുതായപ്പോഴേ അത് ഇഷ്ടമാണ് അല്ലിക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ എത്തും. പിന്നെ മതിയായ പിന്നെ വാങ്ങില്ല കേട്ടോ, കുറച്ചൊന്ന് മതിയായ പിന്നെ നമ്മളെത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അല്ലീനെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും കുറുക്കൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറക്കണം. ഒരു ഉറങ്ങലുണ്ട്, രാവിലെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. എന്നിട്ട് പിന്നെ പോകാൻ ആകുമ്പോഴത്തേക്കും ആണ് എണീക്കുക. ചിലപ്പോൾ എണീക്കില്ല, ഞാൻ വിളിച്ചുണർത്തുക ചെയ്യാം. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കുറുക്കൊക്കെ കുടിച്ച് ഉറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിൻ്റെ വേസ്റ്റ് ഒന്ന് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ താഴെ ബേസ്മെൻറ്റിലേക്കാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണേ. ഇവിടെ ബേസ്മെൻറ്റിലാണ് ഈ ഗാർബേജ് റൂമുള്ളത്. അപ്പോൾ അവിടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് ലഞ്ച് കഴിക്കാൻ ഏകദേശം സമയമായി. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അല്ലിക്ക് പിന്നെ ഞാൻ പോയി വന്നിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ പോകുമ്പോൾ എന്തായാലും ഉണർത്തേണ്ടി വരും, നല്ല ഉറക്കമാണ്. അപ്പോൾ പോയി വന്നിട്ട് അല്ലിക്കും അമ്പൂനോട് ഒരുമിച്ചാണ് കൊടുക്കുക, അപ്പോഴേ കഴിക്കൂ. അതുകൊണ്ട് തന്നെ ഞാനിനിപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. ടി വിയും കണ്ടുകൊണ്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ടി വിയും കണ്ട് കഴിക്കാൻ നല്ല സുഖമാണ്. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഏകദേശം 2 മണിയാവാറായി. അപ്പം ഇനി മഴ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പം എന്തായാലും മഴയൊന്നുമില്ല കേട്ടോ, മഴയൊക്കെ പോയി. എന്തായാലും സമാധാനം. പിന്നെ ഇനിയിപ്പോൾ ഏകദേശം അമ്പൂനെ വിളിക്കാൻ പോകാനായി. അല്ലി ഉറങ്ങി തന്നെയാണ്. ഉറക്കത്തിൽ നിന്ന് ഇനിയിപ്പോൾ ഉണർത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
മിക്കവാറും ഈ 2 ദിവസം ഉറങ്ങുന്നിടത്തുനിന്ന് ഞാൻ വളർത്തിയിട്ടാണ് കൊണ്ടുപോകുക. വലിയ കുഴപ്പമൊന്നും ആക്കൂല കേട്ടോ. എന്തെങ്കിലും ഒന്ന് സോപ്പിട്ടാൽ മതി, വേഗം റെഡി ആക്കിയോളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള ദിവസം പിന്നെ ഞാൻ കൊണ്ടുപോകല്ല, ദീപോട്ടം ഇവിടെ ഉണ്ടാവുമല്ലോ. ആക്ച്വലി സ്കൂളൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ, ആ ഒരു ഏരിയയിലുള്ള സ്കൂൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ആ ക്യാച്ച്മെൻറ്റ് ഏരിയ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലാന്ന് തോന്നുന്നു. അല്ലാതെ എന്തൊക്കെയോ എത്ര ടൈമിനുള്ള എത്താൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ്. അപ്പം അങ്ങനെയുള്ള നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിലുള്ള സ്കൂളാണ് ഇപ്പോൾ അമ്പുള്ളത്. അപ്പം ആ ഒരു ഏരിയയിലുള്ള സ്കൂൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ കൊണ്ടുവിടുകയാണ്. പിന്നെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാം സ്കൂളിൽ. അങ്ങനെയാണ് ഞാൻ കുറേ ആളെ പരിചയപ്പെട്ടത്. പോവാ അമ്പൂനെ കൂട്ടാൻ പോവാ. ഇപ്പോൾ ഇതാ മഴ മാറിപ്പോൾ വെയിലായിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് പെട്ടെന്ന് ആ കാലാവസ്ഥ മാറുക. ഇപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട്. എന്തായാലും പോകാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളാണ്, ചെറിയ ചെറിയ വീടാണ്, നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. പിന്നെ ഇതാണ് ഓരോ വീട്. ഇതിൻ്റെ സെപ്പറേഷൻ മതിൽ കൊണ്ടുള്ള അങ്ങനെ സെപ്പറേഷൻ വളരെ കുറവാണ് കേട്ടോ. ഓരോ വീടും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, കൂടുതലും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആ സൈഡും ഫുള്ളിങ്ങനെ ഓരോ വീടുകളാണ്, മൊത്തം ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ് ഇതൊക്കെ. ഓരോന്നോരോ വീടാണ്. മുറ്റത്ത് നിറയെ ചെടി, ഇവിടെ അധികം എല്ലാ വീട്ടിലും നമുക്ക് മുറ്റത്ത് ഇങ്ങനെ കുറേ ചെടി കാണാം. പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ധാരാളം കാണാം. ഇപ്പം പൂക്കളൊക്കെ അത് കുറവാണ്, ഇതൊന്ന് കുറച്ചുകൂടിയും കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. അപ്പോൾ നിറയെ ഇങ്ങനെ ഉണ്ടായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്കൂളിലേക്ക് പോകുന്ന വഴി. ആൾക്കാരങ്ങനെ പുറത്ത് കാണലില്ല, എനിക്ക് തോന്നുന്നു വിൻ്റർ ആയതുകൊണ്ടാണെന്ന് എല്ലാവരും പറയുന്നത്. ഇതൊക്കെ അധികം സെപ്പറേഷൻ ഇതെങ്ങനെയാണുള്ളത്. നമ്മളെ മതിലുകൊണ്ടുള്ള സെപ്പറേഷൻ ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. നിറയെ പൂക്കളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ കഴിഞ്ഞിട്ടായിരിക്കും നിറയെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇതാണ് കാണുന്നതാണ് അമ്മൂൻ്റെ സ്കൂള്. പിന്നെ ഇതൊരു ചെറിയൊരു എന്താ പറയുക ഗാർഡനാണ് കേട്ടോ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, വെജിറ്റബിൾ ഗാർഡനാണ് ആ കാണുന്നത്. പിന്നെ അത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഈ സ്കൂൾ, ഒരുപാട് ഗ്രൗണ്ടൊക്കെ കുറേ ഉണ്ട്. ഇവർ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നല്ല എന്താ പറയുക നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഓരോ ഹവർ ഉണ്ടാവും പുറത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും എക്സസൈസോ സ്പോർട്സിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ 8:45 ഗേറ്റ് തുറക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം 8:45 മുതൽ 9:15 വരെയാണ് അവിടെ ആക്കേണ്ട സമയം. അപ്പോൾ കുട്ടികളൊക്കെ ഈ സ്കിപ്പിംഗ് റോഡും ബോളും ടെന്നീസും ബാറ്റും ഇതൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അവിടെ നിന്ന് ഫുള്ള് കളിയാണ്. ഒരു കുട്ടി പോലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല, എല്ലാവരും നല്ല കളിയാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്ക് കേട്ടോ. അപ്പോൾ അല്ലി ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് നിർബന്ധം പിടിച്ചു. ഇടയ്ക്ക് ഇങ്ങോട്ട് വരലുണ്ട്, മഴയാകുമ്പോൾ ഇവിടെ വെള്ളമായിരിക്കും, അങ്ങനെ വരാൻ പറ്റില്ല. അതാണ് സ്കൂള്. അപ്പം ഇന്നിപ്പം എന്തായാലും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഒന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ പോകാൻ വിചാരിച്ചു. എന്തായാലും സമയമുണ്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ വിട്ടാൽ പിന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഒരുവിധം കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടാണ് പിന്നെ വീട്ടിൽ പോവുക. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ വിളിച്ചു കുറേ നേരമായി വിളിക്കുന്നു. ഇനിയിപ്പോൾ പോകാൻ സമയമായി. അപ്പോൾ ഞാൻ സ്കൂൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കില്ല. സ്കൂൾ അങ്ങനെ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല, ജസ്റ്റ് ഒരു ഒന്ന് മാത്രം അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് സ്കൂൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അമ്പൂനെ ഒരു സോങ് വരും സ്കൂൾ വിടുമ്പോൾ. അപ്പോൾ അമ്പുതാ ആടിപ്പാടി വരുന്നുണ്ട്. പതുക്കിയേ വരുള്ളൂ കേട്ടോ, ഭയങ്കര സ്ലോ ആണ് നടക്കാനൊക്കെ. വേണ്ട അപ്പോൾ ഇതാണ് സ്കൂള്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ അമ്പു വന്നു, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സ്കൂൾ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ പറ. അപ്പോൾ ശരി.